പ്രീവിയസ് വീഡിയോ കാണാത്തവർ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സ്റ്റോക്ക് എക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് മുന്നത്തെ വീഡിയോൻ്റെ കണ്ടിന്യൂറ്റി വീഡിയോ ആണ്. പാർട്ട് 2 ആണ്. അപ്പോൾ മുമ്പത്തെ വീഡിയോ കണ്ടതിന് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, പോയി കാണാം. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങളുടെ വീഡിയോ എന്തായാലും ഫുള്ളായി കണ്ടിട്ട് വരും. എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആവുന്ന വീഡിയോ ആണ്. ചില വണ്ടി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ചാത്തൻ വണ്ടി അല്ലെങ്കിൽ എന്താ പറയുക തട്ടിക്കൂട്ടി പണിയെടുത്ത വണ്ടികളുടെ ക്വാളിറ്റി നമുക്ക് അവൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി, എഞ്ചിൻ പെയിൻറ്റ് ക്വാളിറ്റി തന്നെ കാണിച്ചു തരും. ചിലവർ ചാത്തൻ പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും സിൽവർ പെയിൻറ്റ് അങ്ങ് അടിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം എവിടെയൊക്കെ തട്ടണോ അവിടെയൊക്കെ ആയിക്കോട്ടെ എന്നുള്ള ലെവലിൽ അതൊക്കെ തട്ടിക്കൂട്ടി ടെസ്റ്റ് കാണിച്ച വണ്ടികളാണ് കേട്ടോ. അതിങ്ങനെ പ്രത്യേകം നോക്കി എടുക്കണം കേട്ടോ. അതേപോലെ തന്നെ ഹാൻഡിൽ ബെൻഡുകളുണ്ടോ നോക്കണം കേട്ടോ. ഹാൻഡിൽ ഇതൊക്കെ വന്നിട്ട് 500 രൂപ എന്നാണ് ഒരു ബേസ് ആയിരിക്കും പറയണത്. പക്ഷേ ഇത് 500 രൂപ, ഈ 2 കേബിൾ മാറണമെങ്കിൽ 10-200 രൂപ. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു എമൗണ്ട് തന്നെ പൊട്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാം ചെക്ക് ചെയ്യണം, ഒന്നും ചെക്ക് ചെയ്തേ വരരുത്. നമ്മളൊരു വണ്ടി നോക്കുമ്പോൾ പെട്ടെന്ന് പോയി പെട്ടെന്ന് എടുത്തു അങ്ങനെ ഒരു സെറ്റപ്പിൽ നിൽക്കരുത്. സമാധാനത്തോടെ എടുക്കുക, സമാധാനത്തിൽ നോക്കുക. 1-2 മണിക്കൂർ അവർ ഇൻട്രസ്റ്റ് എനിക്ക് വേഗം പോകണം, എനിക്ക് ഇൻട്രസ്റ്റ് സമയമില്ല അങ്ങനെ പറയണ അവർ പൊക്കോട്ടെ. അവരെന്തെങ്കിലും പണിയുള്ളത് കൊണ്ടായിരിക്കും, അവർക്ക് വേറെ എന്തെങ്കിലും വണ്ടിയിൽ എന്തെങ്കിലും പണിയുള്ളത് കൊണ്ടായിരിക്കും പൈസ വാങ്ങിയിട്ട് വിടണം എന്നുള്ളൊരു മൈൻഡ് കാണിക്കുന്നത്. അങ്ങനെയുള്ള വണ്ടി ഒന്നും എടുക്കാനും പോകരുത്, അതാണ് നല്ലത് കേട്ടാലോ. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക. പിന്നെ നമ്മുടെ സിലിണ്ടർ നല്ലത് ആണോ എന്ന് ഇവിടെ അറിയാൻ പറ്റും. നമ്മുടെ സിലിണ്ടർ വന്നിട്ട് കണ്ടോ, 98cc 3, അതുതന്നെ 36L 10 ആണോ I10 ആണോ എന്നറിയില്ല, I0 എന്നറിയില്ല, ആ ഒരു മോഡലാണ്. അപ്പോൾ അതെല്ലാം നോക്കുക. പിന്നെ അടിയിൽ നിന്ന് ഇങ്ങനൊരു വ്യൂ നോക്കുക, എങ്ങനെയാണ് എൻജിൻ ചേസ് കണ്ടീഷൻ, CDI ഇങ്ങനെയുള്ള ഭാഗമൊക്കെ ഈ കവറൊക്കെ അയച്ച് നോക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വയറിങ്ങിലും ഫുള്ള് ലൂപ്പിംഗ് ആണോ, ലൂപ്പിംഗ് ഉണ്ടാകും, പഴയ വയറാണെങ്കിൽ ഫുൾ ലൂപ്പിംഗ് ആയിരിക്കും. നോക്കുക, എല്ലാം നോക്കണമെന്ന് നല്ലതാണല്ലോ. പിന്നെ വണ്ടി ഓടി കുറച്ചൊന്ന് എൻജിനൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഒരു സൗണ്ട് ചെക്ക് ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. വണ്ടി അങ്ങനെ കൊണ്ടുവന്ന് സ്റ്റാർട്ട് ചെയ്ത് ന്യൂട്രൽ ഇട്ട് വെക്കുക. ഞാൻ ജസ്റ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരട്ടെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ഇങ്ങനെ വണ്ടി നമ്മൾ നല്ലോണം ഓടിക്ക് വന്നതിന് ശേഷം ഇങ്ങനെ സ്റ്റാർട്ടാക്കിയിടാം കേട്ടോ. സ്റ്റാർട്ടാക്കിയിട്ടിട്ട് ഒരാൾ എന്ത് ചെയ്യണം, ഇത് നമ്മുടെ ചെരുപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് സെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പോസിറ്റീവ് ആയിരിക്കും ഉണ്ടാകുള്ളൂ. പിന്നെ എക്സോസ് ക്ലോസ് ചെയ്യുക. എക്സോസ് ക്ലോസ് ചെയ്താൽ സൗണ്ട് കമ്മിയാകുമല്ലോ. നേരെ പോയിട്ട് എഞ്ചിൻ സൈഡിൽ പോയിട്ട് അടുത്തിരുന്നിട്ട് എല്ലാ സൗണ്ട് വ്യത്യസ്തമായി കരകരകരാൻ സൗണ്ടോ നല്ല അടിയോ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഈ സൗണ്ട് നമ്മൾ മ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഈ സൗണ്ട് മ്യൂട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് അത് കേൾക്കാൻ പറ്റത്തില്ല. സോ അവിടെ പോയിട്ട് എഞ്ചിനിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ 2-3 വണ്ടി ഓടിച്ചാലേ നമ്മുടെ ഈ വണ്ടിയുടെ എൻജിൻ വൈബ്രേഷനും സൗണ്ടും എല്ലാം മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് 2-3 വണ്ടി ഒന്ന് ഓടിച്ച് നോക്കുക, ഫ്രണ്ട്സിൻ്റെയോ ആരുടെയെങ്കിലൊക്കെ ഉള്ളത് ഒന്ന് ഓടിച്ച് നോക്കി. അതുപോലെ തന്നെ വണ്ടി 60ൻ്റെ മേലെ കയറാൻ പറ്റാത്ത സിറ്റുവേഷനുള്ള വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടുണ്ട്. എനിക്കൊരു വണ്ടി ജനറൽ ചെക്കപ്പിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടെക്നീഷ്യനാണ്, ഒരു സ്കോഡ് ടെക്നീഷ്യനായി വർക്ക് ചെയ്തതാണ്. അപ്പോൾ അവിടെ എനിക്ക് ഒരു വണ്ടി സെക്കൻഡ് ഹാൻഡ് എടുക്കാനായിട്ട് ഒരു ചേട്ടൻ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി എനിക്ക് ഞാൻ RXz ആയതുകൊണ്ട് എൻ്റെ അടുത്ത് ഓടിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ എത്ര കൈ കൊടുത്തിട്ടും വണ്ടി 60ന് മേലെ കയറുന്നില്ല. ഒരേ എരമ്പലും ഒടുക്കത്തെ വൈബ്രേഷനും ഒടുക്കത്തെ മിസ്സിങ്ങും. അപ്പോൾ ഞാൻ പോയി വണ്ടി നിർത്തിയിട്ട് സിലിണ്ടർ നോക്കി. സിലിണ്ടറും ചാത്ത സിലിണ്ടർ, ഒരു CC മെൻഷൻ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു മോഡൽ നമ്പർ മെൻഷൻ ചെയ്തില്ല, ഒന്നും മെൻഷൻ ചെയ്തില്ല. ഒരു എവനും ഉണ്ടാക്കി, ഏതോ ബംഗാളി ഉണ്ടാക്കിയ ഒരു സിലിണ്ടർ, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. സോ അപ്പോൾ അങ്ങനെയുള്ള സിലിണ്ടറുകളും മാർക്കറ്റിലുണ്ട്. അറിയാത്തവരാണെങ്കിൽ പേട്ടും, കാരണം ഒരു ആഗ്രഹം കൊണ്ടായിരിക്കും നമ്മൾ എടുക്കാൻ പോകണം, ഇല്ലാത്ത കാശുണ്ടാക്കി എടുക്കാൻ പോകണം. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും, ഈ വീഡിയോ കാണുന്ന എല്ലാവരും നല്ലോണം ചെക്ക് ചെയ്യാം. അതേപോലെ തന്നെ സെല്ലേഴ്സ് ആണെങ്കിലും വണ്ടിക്കുള്ള ന്യായമായ റേറ്റ് നിങ്ങൾ വാങ്ങിക്കോളൂ, കുഴപ്പമില്ല. പക്ഷെ അനാവശ്യമായിട്ടുള്ള റേറ്റ് ഒരിക്കലും വാങ്ങരുത്. അപ്പോൾ അങ്ങനെയായി പറഞ്ഞാൽ എല്ലാവർക്കും നമുക്ക് വണ്ടിയും കിട്ടും, റീസണബിൾ റേറ്റിലൊക്കെ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മാർക്കറ്റ് വാല്യൂയും തിരിയൊന്നും കമ്മിയാകും. എല്ലാവർക്കും അത് യൂസ് ചെയ്യാം, എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണെങ്കിലും ഒരു RXz എടുക്കാൻ പറ്റുമോ ഇപ്പോൾ ആർക്കെങ്കിലും. 4 സ്പീഡ് എടുക്കണമെങ്കിൽ കൂടെ 1.5 ലക്ഷം രൂപ ചിലവാക്കണം. അത് 5 സ്പീഡാണെങ്കിൽ പിന്നെ 2.5 ലക്ഷം രൂപയായി. പിന്നെ 135 ആണെങ്കിൽ 1.5 ലക്ഷമായി. കൺവേർട്ടർ വണ്ടികൾക്ക് 1.25 രൂപ കൊടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ എല്ലാവർക്കും വണ്ടി യൂസ് ചെയ്യണം. എല്ലാവരുടെ ആഗ്രഹം തീരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് റീസണബിൾ റേറ്റ് ആക്കി കൊടുക്കുക. എല്ലാവർക്കും വണ്ടി ഉപയോഗിക്കാൻ കിട്ടും. നന്നായി നോക്കുന്ന ആൾക്കാരുണ്ടാകും. ഇത് നോക്കാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നന്നായി നോക്കുന്ന ആൾക്കാർക്ക് കൈമാറുക, അതാണ് നല്ലത്. വണ്ടി ഒരിക്കലും നശിപ്പിക്കാതെ നിൽക്കരുത്, അതിന് കെയർഫുൾ നോക്കണം. നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഒരു പാർട്ട്ണർ, നമ്മുടെ ഒരു സ്വന്തം ബന്ധം എന്നുള്ള ലെവലിലാണ് ഈ വണ്ടി നോക്കുന്നത്. നമുക്ക് പ്രത്യേകം ഒരു പ്രയോറിറ്റി ഈ വണ്ടിക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. നമ്മളെന്നല്ല, ഞാൻ യൂസ് ചെയ്യുന്ന പോലെ തന്നെ കുറേ പേര് യൂസ് ചെയ്യുന്നുണ്ട് ഇതേപോലെ തന്നെ. അപ്പം അത്രയും നമ്മൾ നോക്കിയാലേ ഇവൻ
അതുപോലെ നമ്മൾ ഒരിക്കലും കൈവിടില്ല കേട്ടോ. എവിടെ കൊണ്ട് വിട്ടാലും ഒന്നും ആലോചിച്ചാൽ മതി, ഈ വണ്ടിക്ക് എന്തോ മെയിൻ്റെനൻസ് തന്നെ 5000 കിലോമീറ്ററൊക്കെ ആകുന്ന സമയത്ത് എഞ്ചിൻ ഓയിൽ മാറേണ്ട ആവശ്യമുള്ളൂ. എയർ ഫിൽറ്റർ മാറുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാൽ നമുക്ക് അതിൻ്റെയും പണി കഴിഞ്ഞു. അല്ലാതെ ഒരു മെയിൻ്റെനൻസ് ഇല്ല, എണ്ണൻ്റെ ഒരു കാര്യമല്ലാതെ ഒരു മെയിൻ്റെനൻസും ഇല്ല. പിന്നെ ഇതിൻ്റെ സർവീസ് എങ്ങനെയാണ്, എന്താണ് മേജർ കംപ്ലയിൻറ്റുകളെല്ലാം അടുത്തൊരു വീഡിയോയിൽ എന്തായാലും പറഞ്ഞായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബേസിക്കായി ചെക്ക് ചെയ്താൽ ഈ വണ്ടിയിൽ വേറെ ഒന്നും ചെക്ക് ചെയ്യാനില്ല. പേപ്പേഴ്സ്, ജനറലായിട്ടുള്ള ചെക്കപ്പ്, ബേസിക് ചെക്കപ്പ് പറയണത് എല്ലാം എഞ്ചിൻ ഓയിൽ ലീക്കിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്ലച്ച് ഇതിനൊക്കെ നോക്കുക. എന്തായാലും ഒരു മെക്കാനിക്കിൻ്റെ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുപോയി വണ്ടി എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. സോ ഒരു നല്ലൊരു മെക്കാനിക്ക് കൊണ്ടുപോയി വെച്ചാൽ അത്രയും ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ലൊരു വണ്ടി കിട്ടും. പിന്നെ ചെറുതായിട്ടുള്ള കണ്ണി കാണുന്ന കംപ്ലയിൻറ്റുകളൊക്കെ അവർ പറയുകയാണെങ്കിൽ ചോദിക്കുക, എന്തെങ്കിലും ഉണ്ട് കംപ്ലയിൻറ്റ് പറയാട്ടാ, എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഞങ്ങൾ റെഡിയാക്കാം, നിങ്ങൾ പറയാതെ ഞങ്ങൾ കൂടെ പോയി പറഞ്ഞാൽ നമുക്ക് ഡിസപ്പോയിൻ്റ് ആകും, അവർക്കും ആകും എന്നുള്ള സെറ്റപ്പ് ആകുമല്ലോ. അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയാൻ വ്യക്തമായിട്ട് പറയാം. അപ്പോൾ അതെല്ലാം പറഞ്ഞ് കേട്ട് നമ്മൾ ചെയ്യണമെങ്കിൽ അത്രയും നന്നായി. സോ എന്തായാലും നിങ്ങൾ നല്ലൊരു വണ്ടി എടുക്കുക. എല്ലാവർക്കും RX യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ എല്ലാവരും കുറേ പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ 2-3 ചേട്ടന്മാരും പിള്ളേരും ഒക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഈ വണ്ടി എങ്ങനെ യൂസ് ചെയ്യണത്, എങ്ങനെയാണ് ട്യൂറ്റോറിയൽ ടാങ്കിൽ പെട്രോൾ ഒഴിക്കണത്, എങ്ങനെയാണ് വേണ്ടി കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കെല്ലാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എനിക്കുള്ള അറിവ് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്കും ഒരു RX യൂസറായിട്ട് നിങ്ങൾക്കും ഇതുപോലെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ലൊരു വണ്ടി നിങ്ങൾക്ക് കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എല്ലാവരുടെ ആഗ്രഹം എന്തായാലും നിറയെ പേർക്ക് ഈ ആഗ്രഹമുണ്ട്, 2 സ്ട്രോക്ക് എടുക്കണം അല്ലെങ്കിൽ ഒരു RX എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. RX എടുക്കാൻ പറ്റാത്തവർ ഇപ്പോൾ Max 100ഉം അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട്. അതിനടക്കം റേറ്റ് കൂടിപ്പോയി, എന്താ ചെയ്യാൻ ഇനി? എല്ലാവരുടെ ആഗ്രഹവും നടക്കും. വണ്ടി ഒരു ദിവസം ആയ ആഗ്രഹങ്ങളെല്ലാം നടക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ, എല്ലാവരും ഒന്ന് പ്രൈസിൻ്റെ കാറിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താലേ എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടീഷനിലുള്ള പ്രൈസ് നമ്മൾ വാങ്ങുന്നത് ഏറ്റവും നല്ലത്. പിന്നെ ആവശ്യമില്ലാത്ത ഒരു മാർക്കറ്റ് റേറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ആവറേജ് കണ്ടീഷനുള്ള വണ്ടിക്ക് നല്ലൊരു റേറ്റ് ഒക്കെ പറഞ്ഞാൽ 1,80,000 ഒക്കെ പറഞ്ഞാൽ എങ്ങനെ ഒരാളും കൊണ്ട് അത് ചെയ്യാൻ പറ്റും? ഈ വണ്ടി വാങ്ങുന്നത് മാത്രമല്ലല്ലോ, മെയിനായിട്ട് വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ലെങ്കിലും പെട്രോളിൻ്റെ കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇവനെ കൊണ്ട് നോക്കി നടത്തുന്നത്. ഹൈവേയിലൊക്കെ നല്ല മൈലേജ് കിട്ടും, അത്യാവശ്യം മൈലേജ് കിട്ടും. പിന്നെ പോർട്ടഡ് എഞ്ചിൻ ആണെങ്കിൽ പിന്നെ ഒന്നും നോക്കുക വേണ്ട, മൈലേജിൻ്റെ കോൺസെപ്റ്റ് നോക്കുകയേ വേണ്ട. സ്റ്റോക്ക് എഞ്ചിൻ മാക്സിമം എടുക്കാൻ നോക്കുക. നല്ലൊരു എഞ്ചിൻ കിട്ടിയ പറഞ്ഞാൽ, നല്ല പവറുള്ള എഞ്ചിൻ കിട്ടിയ പറഞ്ഞാൽ അതേ നല്ലത്. അതേപോലെ തന്നെ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് 3ാമത്തെ ഗിയറിൽ ഏകദേശം ടോപ്പ് എൻഡ് 80 കിലോമീറ്റർ അടക്കം പോകും. അതങ്ങ് ചെക്ക് ചെയ്യാൻ മതി. ആ ചെക്ക് ചെയ്താൽ തന്നെ വണ്ടി കുഴപ്പമില്ല എന്നാണ്. അതേപോലെ തന്നെ വണ്ടി നല്ലോണം കൈ കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഇങ്ങനെ മിസ്സിങ് പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സ്പാർക്കിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ട്യൂണിങ്ങിൻ്റെ പ്രശ്നമായിരിക്കും. അതൊക്കെ ചെറുതുണ്ടാവും. അത് പിന്നെയും നമുക്ക് നോക്കാം. പക്ഷെ എല്ലാം നോക്കണം കേട്ടോ. എല്ലാം നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ന്യായമായ റേറ്റ് മാത്രം കൊടുത്താൽ മതി വണ്ടിയിൽ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയ്ക്കുള്ള നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി വണ്ടിൻ്റെ കാര്യങ്ങൾ. 2 സ്ട്രോക്ക് വണ്ടി ഞാൻ ഏറ്റവും ബേസിക്കായിട്ട് തന്നെ പറഞ്ഞത്. ഇനി നമുക്ക് എല്ലാം ഒരു വണ്ടി എടുക്കാൻ മുമ്പേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് നല്ലൊരു വണ്ടി കിട്ടും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കും ഈ വണ്ടി എടുക്കാൻ മുമ്പ് ഒന്നും ഇങ്ങനെ അറിയില്ല. പക്ഷെ ഞാൻ ഈ വണ്ടി എടുത്തതിന് ശേഷം എനിക്കെന്തോ വലിയ പണി കിട്ടി. എനിക്ക് ദൈവത്തിന് സഹായിച്ചിട്ട് വലിയ പണികളൊന്നും തന്നില്ല. എടുത്ത ആളാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത ഒരാൾ. അപ്പോൾ എനിക്ക് നല്ല റേറ്റിലും കിട്ടി, അതേപോലെ തന്നെ നല്ലൊരു വണ്ടിയും കിട്ടി. അത് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, അതൊന്നും പറയാനില്ല. അപ്പോൾ അതിന് ശേഷം നമുക്ക് കുറച്ച് ഇലക്ട്രിക്കൽ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഒരു 10,000-2,000 രൂപയുള്ള തീർന്ന അത്ര പ്രശ്നങ്ങളോ. പിന്നെ എഞ്ചിൻ ഓയിലൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് മാറ്റിയതാണ്. അപ്പോൾ അതൊക്കെ അത്രേ ഉള്ള കാര്യമുള്ളൂ, അതൊന്നും സീനേ ഇല്ല. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഒരു 1,000-2,000 ഒരു 5,000 മാക്സിമം ഈ വണ്ടി എടുത്തിട്ട് 5,000 രൂപ പൊടിച്ചാലും വലിയ കുഴപ്പമില്ല. അതിനുശേഷം വണ്ടി പക്കയായിരിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാസം പൈസ പൊട്ടിക്കുക അല്ലെങ്കിൽ വെറുതും കംപ്ലയിൻറ്റ് പിന്നെ വണ്ടികൾ എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു സെറ്റപ്പിൽ നിങ്ങൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി ഓർമ്മ വെച്ചാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ, എന്തെങ്കിലും കമൻറ്റ്സ്, എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഒരു മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്ത് ഇതുപോലെ നിറയെ വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കും. എന്തായാലും നല്ല കണ്ടന്റ് എന്നെ കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ഒരു കണ്ടൻറ്റാക്കി ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ച കണ്ടൻറ്റാണ് ഞാൻ ഒരു ഫ്യൂവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രീമിക്സിങ് റേഷ്യോ, ട്യൂറ്റിയോൻ്റെ റേഷ്യോ ഒക്കെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് പോയി കാണുക. ചിലതൊക്കെ വോയിസ് ഓവറാണ്, അതുകൊണ്ടൊന്നും തോന്നരുത്. നമുക്ക് വേറെ നിവർത്തില്ലാത്തതുകൊണ്ട് വോയിസ് ഓവർ, മഴയൊക്കെ ആയതുകൊണ്ട്, പിന്നെ അതൊക്കെ മെല്ലെ എടുത്ത വീഡിയോ ഒക്കെ ആയതുകൊണ്ടൊക്കെ ഞാൻ വോയിസ് ഓവറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതൊക്കെ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇനി ഒരു അടിപൊളി കോണ്ടന്റുമായിട്ട് അടിപൊളി വീഡിയോ എന്തായാലും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ സൈനിങ് ഔട്ട്. Unreal troublemaker.